മേപ്പാടിയിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ ജോസാണ് കേന്ദ്ര സംഘം കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും ജനൻ ടി വിയിൽ ആദ്യമായി ബ്രേക്ക് ചെയ്ത്. ഐസൻ നമസ്തേ, എപ്പോഴാണ് കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനം ആരംഭിക്കുക? ഐസൻ ഒപ്പം തന്നെയുണ്ട് എന്നെനിക്കറിയാം. തീർച്ചയായും പ്രദീപ്, കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം കേന്ദ്ര സംഘത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി, അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ എല്ലാവരും തന്നെ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അവരെല്ലാവരും തന്നെ വയനാടും അതുപോലെ തന്നെ കോഴിക്കോടും പലയിടങ്ങളിലും എത്തിക്കഴിഞ്ഞു. 10 മണിയോടുകൂടി ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് ഇവർ എത്തുമെന്നാണ് അവസാനമായി നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം ലീഡ് ചെയ്യുന്നത്, കേന്ദ്ര സംഘത്തിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറിയാണ് എന്നത് ഏറെ ഗൗരവമർഹിക്കുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായൊരു വിഷയമാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തുന്നു ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ, അതും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് തുടർ നടപടികൾ, അതായത് ഏത് രീതിയിലുള്ള പുനർനിർമ്മാണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള രക്ഷാദൗത്യം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ചേർത്തുപിടിക്കലാണ് ഇനി ആവശ്യമെന്ന് കൃത്യമായി ആഭ്യന്തര മന്ത്രാലയമാണ് റിപ്പോർട്ട് നൽകേണ്ടത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എല്ലാം തന്നെ ഉണ്ടാവുക. അതിന്റെ ഭാഗമായാണ് ഇത്തരം ദുരന്തങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുടെയും ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറിയായ ഒരു വളരെ മുതിർന്ന സീനിയർ IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഇപ്പോൾ എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. 2 ദിവസം അവരിവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല പ്ലോട്ടുകളായി തിരിച്ച് പല ഇടങ്ങളിൽ അവർ സന്ദർശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതായത് വീടുകൾ നഷ്ടപ്പെട്ടവർ, അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർ, അത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ പോലുള്ള സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ മണ്ണ് പരിശോധന കേന്ദ്രം പോലുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളുടെയും സാങ്കേതിക സംവിധാനങ്ങളുടെയും പരിശോധന നടക്കേണ്ടതുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇതെല്ലാം നടക്കുക എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി പ്രാഥമികമായ ഒരു വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല സംഘങ്ങളായി പിരിഞ്ഞ് ഇതിന്റെ ക്രൗണിനടുത്ത് വരെ ചെന്ന് പരിശോധിക്കാനുള്ള ഒരു നീക്കം സാങ്കേതിക വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്നാൽ അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഗ്രീൻ അലർട്ടാണ് വയനാട് ജില്ലയ്ക്ക് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ഈ ദുരന്തബാധിത പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥ ഇപ്പോൾ കാണാനാകുന്നുണ്ട്, മേഘാവൃതമായ ഒരു കാലാവസ്ഥയല്ല. മാത്രമല്ല, ഈ വയനാട് ജില്ലയിൽ മഴയുടെ ശക്തി പ്രാപിക്കുന്നത് ഉച്ചയോടുകൂടിയാണ്. ആ ഒരു രീതിയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, വയനാട് ജില്ലയുടെ ആ ഒരു ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതയൊക്കെ കൂടി വയ്ക്കുമ്പോൾ അത്തരത്തിൽ ഉച്ചയോടുകൂടിയാണ്. എല്ലാ ദിവസവും അങ്ങനെ ആകണമെന്നില്ല എങ്കിൽ കൂടി ഉച്ചയോടുകൂടി ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കാലാവസ്ഥ അനുകൂലമാണ് നിരീക്ഷണം നടത്തുന്നതിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ 2 ദിവസങ്ങളിലായി വലിയ മഴയില്ലാതെ ശക്തമായ വെയിൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യം കൂടിയായതിനാൽ മണ്ണിൽ അത്ര കണ്ട് ചെളിയോ അല്ലെങ്കിൽ വഴുക്കുന്ന സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പരിശോധനകളും അന്വേഷണങ്ങളും തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ചിരപരിചിതമായ ഒരു സ്ഥലമാണ്, കൂടുതൽ വർഷം അവിടേക്ക് നിന്നിട്ടുണ്ട്. വയനാട്ടിൽ ഓൾറെഡി യൂട്യൂബിൽ കമന്റ് വന്നു, വയനാട്ടിന്റെ സ്വന്തം ലേഖകനാണ് ഐസൻ എന്നുള്ളത്. അതെ, നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം വയനാട്ടിലെ ഓരോ മുക്കുമൂലയും ഐസന് നന്നായിട്ട് അറിയാം. അവിടെയുള്ള മിണ്ടാപ്രാണികളെ വളരെ സുപരിചിതനുമാണ് ഐസൻ ജോസ്. ഐസൻ എങ്ങനെയാണ് തിരികെ വയനാട്ടിലേക്ക് എത്തിയപ്പോൾ? ഈ ദുരന്തത്തിന് ശേഷം ഐസൻ ആദ്യമായി എത്തുകയാണ് അവിടെ. തീർച്ചയായും ദുരന്തത്തിന് ശേഷം ഞാൻ ആദ്യമായി എത്തുന്നു എന്നുള്ളത് ഇവിടെ പലരെയും, ഈ എത്തുന്നതിന് മുൻപ് തന്നെ അത് സംബന്ധിച്ച് പലരോടും വിവരങ്ങൾ തിരക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോൾ പല നേതൃസ്ഥാനത്തിരിക്കുന്നവരും അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളുടെ നേതാക്കളുമായുള്ള ബന്ധം പുലർത്തിയപ്പോൾ തന്നെ അവർ വന്ന് കാണണമെന്ന പ്രതീക്ഷ പറയുകയും മാത്രമല്ല അവരുടെ ആ വേദന സംസാരത്തിൽ പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും വയനാട് കുറച്ചു കാലം ജോലി ചെയ്ത വ്യക്തി എന്ന നിലയിൽ അവരോട് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന ബോധ്യം തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കാര്യക്ഷമമായി ഇടപെടാനുള്ള ഒരു നീക്കം തന്നെയാണ് നമ്മുടെ ടീം ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നതും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ട രീതി എന്താണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. കാരണം ഈ മേപ്പാടിയിൽ ഇപ്പോൾ നമ്മളുടെ കാലത്ത്, അതായത് ഈ പുതിയ കാലത്ത് തന്നെ ഏതാണ്ട് 4 ഉരുൾപൊട്ടലുകൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. 84 മുതൽ 3 പുത്തുമലയിൽ ഉണ്ടായിരിക്കുന്നു, 84 ഈ പൊട്ടിയതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ മുണ്ടക്കയിലും ചൂരൽമലയിലും പൊട്ടിയിരിക്കുന്നു. അതിനിടയിലായി എവിടെയോ ചെറിയൊരിടത്തും കൂടി പൊട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതായത് 84-ൽ ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായ പഠനം അതോറിറ്റികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംവിധാനങ്ങളും നടത്തിയതിനു ശേഷം തുടർച്ചയായി ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ ഈ പ്രദേശത്തെ താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ അവരെ മാറ്റിപ്പാർപ്പിക്കുക, കൃഷി അവിടെ സാധ്യമാണെങ്കിൽ ചെയ്യുക, അപകടകരമായ സാഹചര്യങ്ങളിൽ അവർ അപകടത്തിൽപ്പെടുന്ന, ഇപ്പോൾ 400-ലേറെ പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം പോലൊരു പ്രശ്നം ഒഴിവാക്കുന്നതിന് ഒരു സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വം കൂടി അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവർക്ക് സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും എല്ലാം നഷ്ടപ്പെട്ട
നിരവധി പേരുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ അടുത്ത ദിവസം വരുന്ന സമയത്ത് തന്നെ എന്നോട് വ്യക്തമാക്കിയ ഒരു ഏല കർഷകൻ, അദ്ദേഹത്തിൻ്റെ 4 ലക്ഷത്തോളം രൂപ ഒരു ബാഗിലുണ്ടായിരുന്നു, ഏലം വിറ്റ കാശുണ്ടായിരുന്നു. ആ പണം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ വരുമാനമുള്ള കൃഷികൾ ചെയ്യുന്നവരെല്ലാവരും തന്നെ അനാഥരാക്കപ്പെട്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവത്തോടെ, ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുണ്ട്, മണ്ണിൻ്റെ വിഷയങ്ങളുണ്ട്, ഭൂഘടനയുടെ വിഷയങ്ങളുണ്ട്. അത്തരത്തിൽ ശാസ്ത്രീയമായ ഒരു വിങ് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രക്ഷാദൗത്യത്തിൻ്റെ സംവിധാനം മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്പസമയം മുമ്പ് ആർമി എല്ലാം തന്നെ നമ്മളോട് പറഞ്ഞതുപോലെ വളരെ പ്രിപ്പയർഡായ ഒരു രക്ഷാദൗത്യ സംവിധാനം ഇവിടെ അനിവാര്യമാണ്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്ന ഒരു നീക്കം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സംഘത്തോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് നമുക്കറിയാം. മറ്റനേകം വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സോണലിലേക്ക് ഒന്ന് പോകാം. സോണൽ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാനുള്ളത് ബെയിലി പാലത്തിന് മുകളിലാണ് സോണൽ നിൽക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരും ആർമി ഉദ്യോഗസ്ഥരൊക്കെ തിരച്ചിലിന് വേണ്ട അതെ, തീർച്ചയായിട്ടും ബെയിലി പാലത്തിന് മുകളിലാണ് നിലവിലുള്ളത്. ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം സൈനിക ഉദ്യോഗസ്ഥരും സന്നദ്ധ സേവകരും ഉൾപ്പെടെ അങ്ങോട്ടേക്ക് തിരച്ചിലിന് വേണ്ടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനമായി കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം ജനകീയ തിരച്ചിൽ ഇന്നുണ്ട് എന്നുള്ളത്. 11 മണി വരെ ജനകീയ തിരച്ചിൽ, അതായത് വീട് നഷ്ടപ്പെട്ട ക്യാമ്പിൽ കഴിയുന്ന ഒരുപാട് പേരുന്ന ഈ പ്രദേശത്തെത്തും. തങ്ങളുടെ വീടുണ്ടായിരുന്നിടത്ത് തിരച്ചിൽ നടത്തും. അവിടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടെ എത്തി തിരച്ചിൽ നടത്താനുള്ള സൗകര്യം അത് സർക്കാർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായി 11 മണി വരെ ജനകീയ തിരച്ചിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പലരെയും ഇങ്ങോട്ടേക്ക്, അതായത് ഈ ദുരന്ത പ്രദേശത്തേക്ക് കടത്തിവിടാൻ തയ്യാറായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. പക്ഷേ അവർക്ക് വേണ്ടി, അവരുടെ ബന്ധുക്കൾക്കും ഈ വീട് നഷ്ടപ്പെട്ടവർക്കും ഒറ്റപ്പെട്ടവർക്കും വേണ്ടി തിരയാനൊരു സജ്ജീകരണം ഇന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ ക്യാമ്പിൽ നിന്ന് ഈ ദുരിതബാധിത പ്രദേശത്തേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവിടെ നിന്ന് വാഹനങ്ങൾ ഇവിടെ എത്തി. ശരി, അപ്പോൾ എന്തായാലും ഇതിന്റെയും അപ്ഡേറ്റ്സുമായി സോണലിലും തുടർന്നുള്ള മണിക്കൂറുകൾ ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു.